ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞിരുന്നത് ഈ സൈഡിലത്തെ കവർ ഇടിച്ച് ചളുങ്ങി പോയിട്ടുണ്ടായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കയറ്റിയാണ്. അതും പിന്നെ ബ്രേക്കും ചെക്കപ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്നായിരുന്നു. അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കവർ പുതിയ പെയിൻറ്റ് ചെയ്ത് കൊണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന ഈ എംബ്ലം ഈ സൈഡിലും ഉണ്ടായില്ല, ഇപ്പുറത്തെ സൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും എംബ്ലം പിടിപ്പിച്ചിട്ടുണ്ട്. സീറ്റിൻ്റെ ലോക്ക് കേബിൾ ഉള്ളിൽ പൊട്ടിയിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതും മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ബാക്ക് ബോഡി ഫുള്ളായിട്ട് അഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ബ്രേക്കിൻ്റെ ലിവറൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക് ക്യാം, ലിവറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്കുണ്ടല്ലോ അഴിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തായാലും കേബിൾ കാര്യങ്ങളൊക്കെ വിടിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ബ്രേക്ക് കേബിളൊക്കെ ഓൾറെഡി പൊട്ടി ആ ഒരു അവസ്ഥയിലിരിക്കുന്നു കേട്ടോ. അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കയറ്റി ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് ചെയ്യുമ്പോൾ ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഫുള്ളായിട്ട് ചെയ്തു പോകണം. ബ്രേക്ക് ലിവറും ബ്രാക്കറ്റുമാണ് ശരിക്കും പൊട്ടിയേക്കണതായിട്ട് കാണണം. പക്ഷേ ചെയ്യുമ്പോൾ ആ കേബിൾ കൂടി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴിക്കണ കൂട്ടത്തിൽ പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ ഹാൻഡിൽ കവറൊക്കെ പൊട്ടി കിടക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അഴിക്കണതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ആ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി പോകുള്ളൂ. പിന്നെ കോൺസെപ്റ്റൊക്കെ അടിയുണ്ട്. കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി വരുന്ന കോൺസെപ്റ്റിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഫ്രണ്ടിലത്തെ വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ അതിന് വേണ്ടിയിട്ട് പിന്നീട് പൈസ മുടക്കി പിന്നെയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ എപ്പോഴും നല്ലത് ആ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ 2 വർക്കുകളാണ്. ബ്രേക്ക് ചെക്കപ്പും അതേപോലെ ഈ കവർ മാറ്റി വയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. അതും പ്രകാരം നമ്മൾ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്, ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓൾറെഡി കണ്ടായിരുന്നതാണ്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ലയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.